ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവലി ക്രിസ്മസ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഓക്കെ, ഫസ്റ്റ് പ്രവർത്തനം എന്ന് പറയുന്നത് കഥാപാത്ര നിരൂപണമാണ്. ഉണ്ണിക്കണ്ണന് മുത്തശ്ശിയെ ഇഷ്ടമാണ്, മുത്തശ്ശിയുടെ മുഖം ഇഷ്ടമാണ്, പല്ലു കൊഴിഞ്ഞുകൊണ്ട് വായ കൊണ്ടും മുത്തശ്ശി കൊഴിഞ്ഞ വായ കൊണ്ടും മുത്തശ്ശി എത്ര ചുംബിച്ചാലും അവന് കുഴപ്പമില്ല. ഉണ്ണിക്കണ്ണന് ഏറെ ഇഷ്ടമുള്ള മുത്തശ്ശി നിങ്ങൾക്കും ഇഷ്ടമായില്ലേ? ഇഷ്ടമായില്ലേ കൂട്ടുകാരെ? ഓക്കെ, മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന കഥയിലെ കഥാപാത്രത്തെ കുറിപ്പ് തയ്യാറാക്കാനാണ്, അല്ലെ, നിരൂപണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന സ്റ്റോറി കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടല്ലോ. യെസ്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ കഥയിലെ മുത്തശ്ശിയുടെ ഒരു കഥാപാത്ര നിരൂപണം, അല്ലെ, അവരുടെ സ്വഭാവ സവിശേഷതകളും രൂപവും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, പ്രത്യേകതകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് തയ്യാറാക്കാൻ? കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ. ഓക്കെ, നമുക്ക് എഴുതാം. ഉണ്ണിക്കണ്ണന്റെ മുത്തശ്ശിയാണ് അവന് നല്ല കഥകൾ പറഞ്ഞു കൊടുത്തിരുന്നത്. മുത്തശ്ശിക്ക് അവനെ വലിയ ഇഷ്ടമായിരുന്നു. ഉണ്ണിക്കണ്ണന് മുത്തശ്ശിയുടെ വിരലുകൾ മാത്രം ഇഷ്ടമല്ല, മുഖം ഇഷ്ടമാണ്. പല്ലുകൊഴിഞ്ഞ വായ കൊണ്ട് ഉമ്മ വെക്കുന്നതും ഇഷ്ടമാണ്. വിരലുകൾ കൊണ്ട് തടവുമ്പോൾ ശരീരത്തിൽ വല്ലാതെ തട്ടും. അത് അവന് സഹിക്കാൻ പറ്റില്ല. കൺപോളകൾക്കുള്ളിൽ വെള്ള നിറം കയറിയ കൃഷ്ണമണികളാണ് മുത്തശ്ശിക്കുള്ളത്. ആ കണ്ണുകൾക്ക് ഭംഗി കുറവാണെങ്കിലും അതിലെ സ്നേഹം അവൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. കുനിഞ്ഞാണ് മുത്തശ്ശി നടക്കുന്നത്. മുത്തശ്ശി ഉണ്ണിയെ മടിയിലിരുത്തി നെറ്റിയിൽ ഉമ്മ വയ്ക്കും. അപ്പോൾ കുറച്ചു നേരത്തേക്ക് ലോകത്തിലെ എല്ലാ വൃത്തികേടുകളും അവൻ മറക്കും. മുത്തശ്ശിയുടെ ചുംബനത്തിന് ഇളം ചൂടുണ്ട്, പാലപ്പൂവിന്റെ മിനുസവുമുണ്ട്. അങ്ങനെ ഉമ്മ വയ്ക്കുമ്പോൾ അവന് അറിയാതെ ഉറക്കം വരും. ഉറങ്ങാനുള്ള എന്തോ മയക്കുവിദ്യയുണ്ട് മുത്തശ്ശിയുടെ ചുണ്ടിൽ എന്നാണ് ഉണ്ണി പറയുന്നത്. ഇങ്ങനെ സ്നേഹവും വാത്സല്യവുമുള്ള കഥാപാത്രമായി മുത്തശ്ശി കഥയിൽ നിറഞ്ഞു നിൽക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അനുഭവക്കുറിപ്പാണ്. അവർ ദിവസവും കുഞ്ഞുമിറിക്ക് വേണ്ടി പാഠങ്ങൾ മാറി മാറി പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. പരീക്ഷക്കാലമാകുമ്പോൾ അവളെ പരീക്ഷയ്ക്ക് ഇരുത്താമെന്ന് അവർ അവളുടെ അധ്യാപകരോട് സമ്മതവും വാങ്ങിച്ചു. കുഞ്ഞുമിറിയുടെ കൂട്ടുകാരെ നിങ്ങൾക്കും ഇഷ്ടമായോ? ഇതുപോലെ കൂട്ടുകാരുടെ സ്നേഹം അനുഭവിച്ച സന്ദർഭം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ? അനുഭവം കുറിപ്പായി എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ഒരു അനുഭവ കുറിപ്പാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ ഇവിടെ ഒരു മാതൃക കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടേതായ ഒരു അനുഭവം ഇവിടെ എഴുതുക. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരിക്കലും മറക്കാനാവില്ല. ഒരിക്കൽ ഞങ്ങൾ സ്കൂളിൽ പോയി തിരികെ വരികയായിരുന്നു. ഒരു ചെറിയ കൈത്തോടിനരികിലൂടെയാണ് സ്കൂളിലേക്ക് വരുന്നതും പോകുന്നതും. വർത്തമാനം പറഞ്ഞു വരുന്നതിനിടെ ഞാൻ കാലുതെന്നി കൈത്തോട്ടിലേക്ക് വീണു. അധികം വെള്ളമില്ലെങ്കിലും ഞാൻ മുങ്ങാൻ തുടങ്ങി. എനിക്ക് നീന്തലും അറിയില്ല. എന്റെ കൂട്ടുകാരൻ അഭി വെള്ളത്തിലേക്ക് ചാടി എന്റെ ഉടുപ്പിൽ പിടിച്ച് തോടിനരികിലേക്ക് നീട്ടി. മറ്റു കൂട്ടുകാർ ഞങ്ങളെ കരയിൽ നിന്നും പിടിച്ചു കയറ്റി. മീനു അവളുടെ കയ്യിലെ ടർക്കി കൊണ്ട് എന്റെ തലയും മുഖവും എല്ലാം തോർത്തി. ഞാൻ ആകെ ഭയന്നു പോയിരുന്നു. അവർ എല്ലാവരും ചേർന്ന് എന്നെ വീട്ടിലെത്തിച്ചു. അമ്മ അവർക്കെല്ലാം നന്ദി പറഞ്ഞു. നിങ്ങൾ എന്നും നല്ല കൂട്ടുകാരായിരിക്കണമെന്നും പറഞ്ഞു. പിന്നീട് മീനുവും അഭിയും ചേർന്ന് എന്നെ നീന്തൽ പഠിപ്പിച്ചു. ഞങ്ങൾ എപ്പോഴും പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും ഒറ്റക്കെട്ടായി നിൽക്കുന്ന കൂട്ടുകാരാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക കൂട്ടുകാരെ? യെസ്, ഇതുപോലെ ഒരു അനുഭവക്കുറിപ്പ് എഴുതുക. ഓക്കെ, ഇത് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഉപന്യാസമാണ്. അമ്മയെ എനിക്കിഷ്ടമാണ് എന്ന് ഭിത്തി നിറയെ ക്രയോൺ കൊണ്ട് കോറിയിട്ട കുഞ്ഞുവാവിയെയും മുത്തശ്ശിയെയും അമ്മയുടെയും സ്നേഹത്തിന്റെ ആഴം ആവോളം അനുഭവിച്ച ഉണ്ണിയെയും പരിക്കേറ്റിട്ടും സ്നേഹത്തോട് കുട്ടിയെ ആശ്വസിപ്പിച്ച അമ്മയെയും അന്ധത പോലും അറിയിക്കാതെ കുഞ്ഞുമിറിയെ വളർത്തിയ മാതാപിതാക്കളെയുമെല്ലാം കനിവായി നിലാവായി എന്ന യൂണിറ്റിൽ നാം പരിചയപ്പെട്ടു. അമ്മയുടെ, അച്ഛൻ, മുത്തശ്ശിയുടെ എല്ലാം സ്നേഹത്തിന്റെ മഹത്വമാണ് ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ സ്നേഹത്തിന്റെ മഹത്വം എന്ന ആശയം ഉൾക്കൊള്ളുന്ന ഒരു ലഘു ഉപന്യാസം നമ്മളോട് തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത് കൂട്ടുകാരെ. അപ്പൊ നമുക്കൊരു മാതൃക നോക്കാം. ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും ഹൃദ്യമായ അനുഭവമാണ് സ്നേഹം. കൂട്ടുകാരുടെ കരുതലും പരിഗണനയും അമ്മയുടെയും അച്ഛന്റെയും വാത്സല്യവും മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും പരിചരണവും എല്ലാം നാം കുട്ടിക്കാലം മുതൽ അനുഭവിക്കുന്ന സ്നേഹത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളാണ്. മക്കൾക്ക് അമ്മയോടുള്ള സ്നേഹവും വിലമതിക്കാനാവാത്തതാണ്. ഈ ലോകത്തെ തന്നെ ഏറ്റവും മനോഹരമായി തീർക്കുന്ന വികാരമാണ് സ്നേഹം. സ്നേഹമില്ലാത്ത ഇടങ്ങളിലാണ് വെറുപ്പും വിദ്വേഷവും വളരുന്നത്. വാത്സല്യമായും കരുതലായും പരിഗണനയായും ചേർത്ത് നിർത്തലായും നമുക്ക് ചുറ്റും സ്നേഹം നിറയുമ്പോൾ അവിടെ സന്തോഷത്തിന്റെ പൂക്കൾ വിരിയും. കുറവുകൾ നിറവുകളായി മാറും, മനസ്സുകൾ വിശാലമാകും. സ്നേഹത്തിന്റെ മഹത്വം തിരിച്ചറിയാനും പരസ്പരം സ്നേഹിക്കാനും നമുക്ക് കഴിയണം. അമ്മയെ എനിക്ക് ഇഷ്ടമാണ് എന്ന് ഉറക്കെ പറയുന്ന കുട്ടിയെ പോലെയും മുത്തശ്ശിക്കും മുത്തച്ഛനും വേണ്ടി കഷ്ടപ്പെടുന്ന കുഞ്ഞു മിറിയെ പോലെയുമാകാം നമുക്കും. ഈ ലോകത്തിലുള്ള എല്ലാറ്റിനെയും സ്നേഹിക്കണം. അപ്പൊ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കുക.
ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡയറി കുറിപ്പാണ്. ആ വീട്ടിൽ അവൻ പിന്നീട് ഒരിക്കലും പോയിട്ടില്ല. എന്തുകൊണ്ടോ അവിടെ പോകാൻ പറ്റില്ലെന്നൊരു തോന്നൽ. അമ്മയോടൊപ്പം അമ്മ ജോലി ചെയ്യുന്ന വീട്ടിൽ അവസാനമായി പോയ ദിവസം ഉണ്ണിക്കണ്ണൻ എഴുതിയ ഡയറി കുറിപ്പ് സങ്കല്പിച്ചെഴുതൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഡയറി കുറിപ്പാണ് കൂട്ടുകാരെ. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? തീയതി എഴുതണം. ഒരു കോർണറിലായിട്ട് ഡേറ്റ് എഴുതുക. പിന്നെ എഴുതാം, ഞാൻ ഇന്ന് അമ്മ ജോലി ചെയ്യുന്ന വീട്ടിൽ പോയി. ആ വീട് കണ്ടാൽ ഒരു മാളിക പോലെയുണ്ട്. എപ്പോഴും അടഞ്ഞു കിടക്കുന്ന ഇരുമ്പ് ഗേറ്റ്. ഗേറ്റിന്റെ ഇരുവശങ്ങളിലും പല്ലിളിച്ചുകൊണ്ട് നിൽക്കുന്ന സിംഹപ്രതിമ. ഞാൻ അതിനെ നോക്കി കൊഞ്ഞനം കുത്തി. വലിയ പൂന്തോട്ടമുണ്ട് അവിടെ. കണ്ടാലും കണ്ടാലും മതി വരില്ല. പൂക്കളും കണ്ട് നടന്നപ്പോഴാണ് ആ വീട്ടിലെ മുതിർന്ന ഒരാൾ തോട്ടത്തിൽ നിന്ന് ഒച്ച വെച്ചത്. കുട്ടിയെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ആ മനുഷ്യൻ ഞാൻ അമ്മയുടെ കൂടെ അവിടെ ചെന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ മനുഷ്യന് ഞാൻ അമ്മയുടെ കൂടെ അവിടെ ചെന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി എന്തായാലും ഞാൻ അവിടേക്കില്ല. വെറുതെ എന്തിനാ അമ്മയെ വഴക്ക് കേൾപ്പിക്കുന്നത്? അപ്പൊ ഇതുപോലെയായിരിക്കും അല്ലേ ഡയറി എഴുതിയിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടേതായ ഒരു ഇമാജിനേഷൻ അനുസരിച്ച് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അത് നിങ്ങളുടെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡയറി തയ്യാറാക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.